ട്രംപ് ഖത്തറിൽ വെച്ച് പറയുന്നു, ഞാൻ ആപ്പിൾ സിഇഒ ടിം കോക്കുമായി ഒന്ന് ഉടക്കി. ഈ ടിം കോക്ക് ഇപ്പോൾ ഇന്ത്യയെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുക. ഇന്ത്യ അവരുടെ കാര്യം നോക്കിക്കോളും, നിങ്ങൾ ആ പണി വേണ്ട. നിങ്ങൾ ചൈനയെ നന്നാക്കാൻ കുറെ ശ്രമിച്ചു, ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു, ഇനി ഇന്ത്യയും നന്നാക്കണ്ട എന്നുള്ള ഒരു പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു. വാസ്തവത്തിൽ ഇന്ത്യക്കും ട്രംപിനെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യക്കാർക്കും വലിയൊരു തിരിച്ചടിയും നാണക്കേടും ഞെട്ടലുമാണ് ഈ പ്രഖ്യാപനം ഉണ്ടാക്കിയത്. അതിന് കാരണം പടിപടിയായി ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2023 ഏതാണ്ട് 65% ഇന്ത്യയിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഐഫോൺ, ഏതാണ്ട് 22 ബില്യൺ ഐഫോണുകളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം, അമേരിക്കയ്ക്കും അറിയാം. അതുകൊണ്ട് ചൈനയെ ആശ്രയിച്ച് അവിടെ കഴിയുന്നത് അപകടകരമാണ്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ടാക്സ് യുദ്ധം, ഇതൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത് കൊണ്ട് പടിപടിയായി ഇന്ത്യയിലേക്ക് മാറുക. അതിനുള്ള അടിസ്ഥാന സൗകര്യം ഇന്ത്യ ഒരുക്കി കൊടുക്കുന്നു. റീലൊക്കേഷൻ കോസ്റ്റ് പോലും ഇന്ത്യ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ പതിയെ പതിയെ ഫോക്സോണിന്റെയും ടാറ്റയുടെയും സഹായത്തോടെ ഇന്ത്യയിൽ ആപ്പിൾ കമ്പനി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും ഇന്ത്യയിലേക്ക് പറിച്ചു നടന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് പടിപടിയായി എല്ലാം പറിച്ചു നടാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ടിം കുക്കിനെ വിളിച്ച് ട്രംപ് ശാസിക്കുന്നത്. ട്രംപിന്റെ ലക്ഷ്യം എന്താണ്? ട്രംപ് പറയുന്നത്, ഇന്ത്യ ശരിയല്ല, ഇന്ത്യക്ക് ഒരുപാട് ടാരിഫ് ഉണ്ട്, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നില്ല, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശരിയായി വരുന്നുണ്ട്, പക്ഷേ തൽക്കാലം നിങ്ങൾ ഇന്ത്യ വിടൂ എന്ന് പറഞ്ഞ് ട്രംപ് ഇന്ത്യയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അസത്തിൽ ആപ്പിൾ കമ്പനി വലിയ പ്രതിസന്ധിയിലായി. കാരണം അവർക്ക് ചൈനയെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല. അവർക്ക് മറ്റൊരു ലൊക്കേഷൻ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ഇന്ത്യ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ ഇന്ത്യയെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രംപ് വിളിച്ച് ശാസിച്ചതോടെ നയം മാറ്റിയേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്.